Non più tra i farfalloni amoroso, notte e giorno di torno girano, delle belle turbando al riposo, Narcisetto a dolcino d'amor, delle belle turbando al riposo. ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ. ഹൈവേ 360 വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകിയാണ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ വീഡിയോ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതല്ല, പറഞ്ഞോളൂ. Today we are going to be making an Italian starter dish named bruschetta. Now let's start cooking. Come on. മലയാളത്തിൽ പറയട്ടെ. നമ്മളൊരു ഇറ്റാലിയൻ സ്റ്റാർട്ടർ, എന്റെ പേരാണ് ബ്രുസ്കെറ്റ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കോഴ്സിന് മുന്നേ കൊടുക്കുന്ന ഒരു സ്റ്റാർട്ടർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതാണ് ബൗളിൽ ഇടാൻ പോകുന്നത്. അടുത്തത് ഒരു ഒറിയൻ ചെറുതായി അരിഞ്ഞതാണ് ഇടാൻ പോകുന്നത്. കുറച്ച് സ്പ്രിംഗ് ഒറിയൻ ചെറുതായി അരിഞ്ഞത്, അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സീഡ്സ് കളഞ്ഞ ചെറുതായി അരിഞ്ഞ പച്ചമുളകാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന എണ്ണയിൽ വറുത്ത ചെറുതായി അരിഞ്ഞ 10 ഗാർലിക്കാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാൻ പോകുന്നു. നമുക്കിനി ബ്രെഡാണ് വേണ്ടത്. ഏത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ലുള്ളുന്ന് കിട്ടിയ ഒരു ലോങ് ബ്രെഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെറിയ കനത്തിലാണ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബ്രെഡിൽ ബട്ടർ തേക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ ചെയ്തത് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഷെഫ് ഷാബിനെ വിളിക്കാം. എന്നെ ഷെഫ് ഷാബിനൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡില് നമ്മൾ ബട്ടർ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ബ്രെഡിന്റെ മുകളിൽ ബട്ടർ എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബ്രെഡ് എടുത്ത് പാനിൽ വെക്കാൻ പോകുന്നു. ഇനി നമ്മൾ ടോപ്പിംഗ്സ് ബട്ടർ തേച്ച സൈഡിൽ വെക്കാൻ പോകുന്നു. അടുത്തതായി നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഇതിന്റെ മുകളിൽ ഒഴിക്കാൻ പോകുന്നു. അടുത്തതായി ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് ചീസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഏത് ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ അമൂൽ ചീസ് സ്ലൈസസ് കൊച്ചു പീസസ് ആക്കിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫയറിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നു. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇറ്റാലിയൻ ബ്രുസ്കെറ്റ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പ്ലേറ്റ് ചെയ്യാം. Non più tra i farfalloni amoroso, notte e giorno di torno girano, delle belle turbando al riposo, Narcisetto a dolcino d'amor. അപ്പോൾ നമ്മുടെ ബ്രിസ്കെറ്റ വൈകിയാണ് ബാക്കിയെല്ലാം മിക്സിങ്ങും ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. റെസിപ്പി ഇറ്റാലിയൻ ആണെങ്കിലും പുള്ളിക്കാരി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കിലേക്കാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇറ്റാലിയൻ ബ്രസ്കെറ്റ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി. ആ ടോപ്പിങ്സും അതുപോലെ ഒലിവ് ഓയിലിൻ്റെ ആ ഒരു ടോപ്പിങ്ങിൽ ഒഴിക്കുന്നുണ്ടല്ലോ, അത് സൂപ്പറായിട്ട് ആ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സംഭവം എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അടിപൊളി ഒരു സ്റ്റാർട്ടറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ ആണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിച്ച ഇറ്റാലിയൻ ബ്രസ്കെറ്റ സ്റ്റാർട്ടർ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈകിട്ട് കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ്സ് പറയുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായവർക്ക് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദിസ് വായിക ഷാബിൻ ആൻഡ് ഷാബിൻ ചില്ലക്കാടൻ സൈനിങ് ഓഫ്.